നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ MA സൈക്കോളജിയിലെ സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള സൈക്കോ പതോളജിയെ പറ്റിയാണ്. സൈക്കോ പതോളജിയിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സൈക്കോ പതോളജിയാണ്. അപ്പം ഇതിനകത്ത് ഇന്ന് നമ്മൾ നോക്കുന്നത് സൈക്കോ അനലിറ്റിക്കൽ പറ്റിയാണ്. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിനെ കൂടാതെ തന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ബിഹേവിയർ അപ്രോച്ച്, അങ്ങനെ 2 അപ്രോച്ച് കൂടി ഇതിനകത്തുണ്ട്. അപ്പം പൊതുവേ ഇതിലേതെങ്കിലും ഒരു അപ്രോച്ചാണ് ചോദിച്ച് കാണുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതും. സൈക്കോ അനലിറ്റിക്കൽ തിയറി സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സാം ഓറിയൻറ്റഡായിട്ട് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ പറഞ്ഞു വിടുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത് തന്നെ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചാണ്. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് നമുക്കെല്ലാം അറിയാം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനും അതുപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സിനും ആണ് ഈ ഒരു തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിലൂടെ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് പല കാര്യങ്ങൾ നമുക്ക് ഈ സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ അനാലിസിസ് ഓഫ് മെൻ്റൽ സ്ട്രക്ചർ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ആങ്സൈറ്റി ആൻഡ് ഡിഫെൻസ് മെക്കാനിസം, സൈക്കോ അനാലിറ്റിക്കൽ തെറാപ്പി. ഇപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ കൈകാര്യം ചെയ്യാനുള്ളത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാം ഓർഡർ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം, ഈ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിനകത്ത് പല ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രീ അസോസിയേഷൻ ഉണ്ട്, ഡ്രീം അനാലിസിസ് ഉണ്ട്, ഫ്രോയിഡിൻ്റെ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ട്, ട്രാൻസ്ഫറൻസ് അനാലിസിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ നോക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവസാന ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചാണ്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മോഡൽ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അത് പറയുന്നത് 3 ലെവൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിന് 3 ലെവലുണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതാണ് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഇപ്പോൾ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പാർട്ടാണ്. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് എന്നുള്ള നമ്മുടെ ഒരു അവയർനെസ് ഉണ്ടല്ലോ, ഇതിനെ പറയുന്നതാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഈ കോൺഷ്യസ് എന്ന് പറയുന്ന പാർട്ട് വളരെ ചെറിയൊരു പാർട്ടായിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ് പ്രീ കോൺഷ്യസ് അഥവാ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ സബ് കോൺഷ്യസ് അഥവാ പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. നമുക്കൊരു കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ള ഏരിയനെയാണ് പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏരിയയാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കോൺഷ്യസിനകത്തുള്ള ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് പാർട്ടാണ്. ഈ അൺകോൺഷ്യസ് പാർട്ടിൽ നമ്മൾ ചൈൽഡ്ഹുഡ് മുതൽ ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യും, കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ റീകോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം വേറെ ടെക്നിക്കിലൂടെ നമുക്ക് ഇത് എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറിക്കകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെയോ അല്ല നമ്മുടെ മെൻ്റൽ പ്രോബ്ലംസിനോ കാരണമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫ്രോയിഡിൻ്റെ തിയറിയിലൂടെ ചെയ്യുന്നത്. അതിന് ചെയ്യാൻ വേണ്ടി കുറേയധികം ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം ഇനി അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്ത പാർട്ടാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി അഥവാ അനാലിസിസ് ഓഫ് മെൻ്റൽ സ്ട്രക്ചർ എന്ന് നമ്മുടെ പുസ്തകത്തിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 3 ഏരിയകളുണ്ട്. അതായത് ഇത്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ.
ഇത് ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിൽ നിരന്തരമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും ഇതും സൂപ്പർ ഈഗോയും. ഈ കോൺഫ്ലിക്റ്റുകളെ പറയുന്ന പേരാണ് ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരാൾക്ക് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇതെന്ത്, ഈഗോ എന്ത്, സൂപ്പർ ഈഗോ എന്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെയാണ് ഇത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പ്രഷർ പ്രിൻസിപ്പിളാണ്. അതായത് അതിൻ്റെ ഒരു ജോലി എന്ന് പറയുമ്പം ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ബോഡിലി നീഡ്സ് ആണ്. അതിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ അപ്പം സാധിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലഷർ പ്രിൻസിപ്പിളിനെ ഓറിയൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ ഇത് എന്ന് പറയുന്നത്. ഇതൊരു പ്രിമിറ്റീവ് ഏരിയയും കൂടിയാണ്. ഇപ്പോൾ ഇതിനൊരു കുട്ടിയുടെ നേച്ചറാണ്. കുട്ടി എന്ന് പറയുന്നത് വളരെ സെൽഫിഷായിട്ടായിരിക്കും ഇടപെടുന്നത്. വേറെ ആരെപ്പറ്റിയും ചിന്തയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറാഷണലായിരിക്കും, ഇമോഷണലി വളരെ ഇമ്മച്യോർഡായിരിക്കും, ഇല്ലോജിക്കലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ രീതിയും ഇതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഇതിനുള്ളത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് വിഷസ് അല്ലെങ്കിൽ നീഡ്സ് ആണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, അങ്ങനെ ആ ഒരു നീഡിനെ അപ്പം അങ്ങ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. ഇനി രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് അത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. അതായത് എന്താണ് വസ്തുനിഷ്ഠ സാഹചര്യമെന്ന് മനസ്സിലാക്കി പെരുമാറുന്ന, റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പെരുമാറുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്താ ചെയ്തതെന്ന് പറയുന്നാൽ ഇതിനും സൂപ്പർ ഈഗോയ്ക്കും ഇടയിൽ ഒരു മോഡറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ വിഷസ് സാറ്റിസ്ഫൈ ചെയ്യുകയും എന്നാൽ സൂപ്പർ ഈഗോയ്ക്ക് അതൊരു പ്രശ്നമായിട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. അപ്പം ഒരു നോർമലായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈഗോ പാർട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ വിഷസ് സൂപ്പർ ഈഗോയ്ക്ക് പ്രശ്നമില്ലാതെ സാറ്റിസ്ഫൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഏരിയ. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസാക്ഷിനെ നമുക്ക് സൂപ്പർ ഈഗോ എന്ന് പറയാം. അദ്ദേഹം സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുത്തിരിക്കുന്ന മൂല്യങ്ങൾ ഒക്കെയാണ് നമ്മൾ സൂപ്പർ ഈഗോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും സൊസൈറ്റി വാല്യൂസ്, നോംസ്, എത്തിക്സ്, മൊറാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതാണ് 3 ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗമാണ് ലെവൽ ഓഫ് കോൺഷ്യസ് ആങ്സൈറ്റി ആൻഡ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആങ്സൈറ്റി എന്താണെന്ന് നോക്കാം. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഇതും ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിൽ നിരന്തരമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് നമ്മളിൽ ഒരു ആങ്സൈറ്റി ജനറേറ്റ് ചെയ്യും. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 3 തരത്തിലുള്ള ആങ്സൈറ്റികളുണ്ടെന്നാണ് ഫ്രോയിഡിൻ്റെ തിയറിക്കകത്ത് പറയുന്നത്. 1 റിയാലിറ്റി ആങ്സൈറ്റി, 2 ന്യൂറോട്ടിക് ആങ്സൈറ്റി, 3 മോറൽ ആങ്സൈറ്റി. റിയാലിറ്റി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ ലൈഫിലുണ്ടാകുന്ന ത്രെഡുകളെയാണ് നമ്മൾ ത്രെഡ്സ് ഉണ്ടാവില്ല. ഇപ്പം ഒരു പാമ്പിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഗോവണിയുടെ മേളിൽ കയറണം. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന നമ്മളുണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ്. ഇതിനെയാണ് നമ്മൾ റിയാലിറ്റി ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ ഡേഞ്ചറായിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആങ്സൈറ്റിയിൽ നിന്ന് എക്സ്കേപ്പ് ചെയ്ത് പോകാനായിട്ടും പറ്റും. അടുത്താണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇതും ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുന്നതാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി. ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ പല വിഷസും നമ്മൾ പല കാരണങ്ങളാൽ റിപ്രസ് ചെയ്യുന്നു.
ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഡിപ്പസ് കോംപ്ലക്സ്, ഫ്രോയിഡിൻ്റെ തിയറിക്കകത്ത് പറയുകയാണെങ്കിൽ ഇഡിപ്പസ് കോംപ്ലക്സ് നമ്മൾ റിപ്രസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ട്രോമാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്രസ് ചെയ്യുന്നുണ്ട്. ആ റിപ്രസ് ചെയ്യുന്ന സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈഗോയ്ക്ക് ഒരു ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റിയാണ് നമ്മൾ ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ആങ്സൈറ്റിയാണ് മോറൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. മോറൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മോറൽ വാല്യൂസിന് വയലേറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആങ്സൈറ്റിയാണ് മോറൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ മോറൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇവിടെ സൂപ്പർ ഈഗോയും ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 3 ആങ്സൈറ്റികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ആങ്സൈറ്റികൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഈഗോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ അൺകോൺഷ്യസ് ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് ഞാനിത് ഇന്ന ടെക്നിക്ക് ചെയ്യാണ്ടി പോവുകയാണ് എന്ന്, അല്ലെങ്കിൽ ഇന്ന ഡിഫൻസ് മെക്കാനിസം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യമൊന്നും ആ ചെയ്യുന്ന ആൾക്ക് ബോധമൊന്നുമില്ലായിരിക്കും. അതെല്ലാം അൺകോൺഷ്യസ്ലി അറിയാതെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ആ ഡിഫൻസ് മെക്കാനിസം. ആ ഡിഫൻസ് മെക്കാനിസം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന റിയാലിറ്റിക്കോ മോറൽ ആങ്സൈറ്റിയോ ന്യൂറോട്ടിക് ആങ്സൈറ്റിയോ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒന്ന് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഈ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഈ നമ്മുടെ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിനെ നമ്മൾ ഹോമോസ്റ്റാറ്റിക് അപ്രോച്ച് എന്നും കൂടെ പറയാം, ഒരു ഹോമോസ്റ്റാറ്റിക് തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് നോക്കാം. ഒന്നാമത്തെ ഡിഫൻസ് മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഡിനയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലായിട്ട് നടന്നൊരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും, അത് നടന്നിട്ടില്ല എന്ന് ഡിനയൽ ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നീയാണോ ഇവിടെ ഈ വെച്ചിരുന്ന പൈസ എടുത്തത് എന്ന് എന്നോട് ചോദിക്കും. ഞാൻ ശരിക്കും പൈസ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഞാൻ പറയും ഞാനല്ല എന്ന് പറയും. ആ ഒരു സാധനം എന്താണോ ആക്ച്വലി നടന്നത് അതിനങ്ങ് ഡിനൈ ചെയ്യുന്നതിനാണ് ഡിനയൽ എന്ന് പറയുന്നത്. അങ്ങ് ചിന്തിച്ച് പറയുന്നതായിരിക്കില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങ് പറയുന്നതാണ്. പിന്നെ അടുത്താണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റീഡയറക്റ്റിംഗ് ഇമോഷൻ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങാടി തൊറ്റാൽ അമ്മയോടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു, ആ പ്രോജക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പം കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ബോസിൻ്റെ അടുത്ത് ചെല്ലുന്നു. ബോസ് നമ്മളെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു. ബോസിനോട് നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യം തോന്നും. അപ്പോൾ ബോസിനോട് തിരിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ബോസ് ഒന്നും കാണാതെ ആ ചെടിച്ചട്ടിയോട് ആയിരിക്കും ആ ദേഷ്യം തീർക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടെ മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ അമ്മയോടായിരിക്കാം നമ്മൾ ആ ദേഷ്യം തീർക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ഇൻ്റലക്ച്വലൈസേഷൻ. ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ ഇമോഷണലി ഒരു സംഭവം ഉണ്ടാകുന്നു. ആ ഒരു സംഗതിയെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റീവ് വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ട് കാണുന്നതിനാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ എക്സാമിന് തോറ്റുപോയി. അപ്പോൾ എക്സാമിന് തോറ്റു പോകുമ്പോൾ സാധാരണയായിട്ട് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടവും ദേഷ്യവും അല്ലെങ്കിൽ വിഷമവും ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് പകരം അയാൾ എന്ത് ചെയ്യും, ഇതിനെ ഓക്കെ എങ്ങനെയാണ് ഈ മാർക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്, ഈ മാർക്ക് കൊടുത്തതിൻ്റെ പാറ്റേൺ എന്താണ് എന്നൊക്കെ അങ്ങ് ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് ആ ഒരു സാധനം അല്ലെ ആ ഒരു കാര്യത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാനാണ് ശ്രമിക്കുന്നത്. അതുവഴി കുറച്ചൊക്കെ റിലീഫ് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ഇതിനാണ് നമ്മൾ ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കിത് ഒരുപാട് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്താണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ആട്രിബ്യൂട്ടിങ് അൺകംഫർട്ടബിൾ ഫീലിങ്സ് ടു അതേഴ്സ്. അതായത് എൻ്റെ ഒരു തെറ്റ് ഞാൻ വേറൊരാളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഭാര്യയും ഭർത്താവ് ഭയങ്കരമായിട്ട് ഒരു വേറൊരു അഫെയർ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അയാൾ പറയും, ഓക്കെ എനിക്ക് അഫെയർ ഒന്നുമില്ല, പുള്ളിക്കാരിയാണ് എന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് എന്ന നിലയിൽ പുള്ളിക്കാരൻ്റെ തെറ്റ് വൈഫിൻ്റെ മേൽ പറയുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം പറയുന്നത് ക്രിയേറ്റിംഗ് ഫാൾസ് ബട്ട് ക്രെഡിബിൾ ജസ്റ്റിഫിക്കേഷൻ. അതായത് നമ്മളൊരു കാര്യം സംഭവിച്ചു പോയ കാര്യത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോജിക്കലായിട്ടുള്ള റീസൺ കണ്ടുപിടിക്കുന്നു. ഓക്കെ ഇന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ച് പിന്നീട് സംഭവം കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നതിനാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ഫോർമേഷനാണ് അടുത്തത്. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ആക്ടിങ് ഇൻ ദി ഓപ്പോസിറ്റ് വേ ടു ദി ഫിയർ. അതായത് നമുക്കിപ്പം
എന്താണോ ഒരാളോട് തോന്നുന്ന ഇമോഷൻ, എന്താണോ ഒരു സിറ്റുവേഷനിൽ തോന്നുന്ന ഇമോഷൻ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരാളോട് നമുക്ക് തോന്നുകയാണ് ഭയങ്കര ദേഷ്യം തോന്നുന്നു എന്ന് വിചാരിക്കുക, പക്ഷേ അയാളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും നമ്മൾ ഇടപെടുന്നത്. ഓക്കെ, അങ്ങനെ എടുക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസത്തെയാണ് നമ്മൾ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഗോയിങ് ബാക്ക് ടു ആക്ടിങ് ആസ് എ ചൈൽഡ്. അതായത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളൊരു ചൈൽഡായിട്ട് ഒരു ചൈൽഡ്ഹുഡ് ബിഹേവിയർ നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ ആ ഒരു സമയത്ത് നമ്മൾ വളരെയധികം കംഫർട്ടായിരുന്ന ഒരു സോണിലായിരുന്നു. ഗോയിങ് ബാക്ക് ടു ദാറ്റ് കംഫർട്ട് സോൺ, അതിനെയാണ് നമ്മൾ എന്താണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ പുഷിങ് അൺകംഫർട്ടബിൾ തോട്ട്സ് ഇൻ ടു ദി സബ് കോൺഷ്യസ് മൈൻഡ്. വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക ലൈഫിൽ, അതിനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടായതുപോലും നമുക്ക് ഓർമ്മയുണ്ടാകത്തില്ല. അങ്ങനെ പല കേസുകളും ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ റിപ്രഷൻ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അടുത്താണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ റീഡയറക്റ്റിംഗ് റോങ് അർജ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻ. അതായത് ഒരാൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ടൊരു അഗ്രസീവായിട്ടൊരു ടെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ എന്ത് ചെയ്യണം, കുറേ കൂടി സോഷ്യലി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അയാളെ സ്പോർട്സോ അല്ലെങ്കിൽ ബോക്സിംഗ് ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരാളെ ബോക്സറാക്കി മാറ്റുന്നു. അതായത് അയാളുടെ അഗ്രസീവായിട്ടുള്ള അർജിനെ നമ്മൾ കുറേ കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള ബോക്സർ എന്ന നിലയിൽ അല്ലെങ്കിൽ ബോക്സിംഗ് റെസ്ലിംഗ് എന്ന നിലയിലേക്ക് നമ്മൾ കൊണ്ടുപോയി അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ടെക്നിക്കുകളാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലേക്ക് പോകാം. സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ 1 ഓറൽ സ്റ്റേജ്, 2 ആനൽ സ്റ്റേജ്, 3 ഫാലിക് സ്റ്റേജ്, 4 ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഇത്രയും സ്റ്റേജുകളാണ് ഉള്ളത്. 5 സ്റ്റേജുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജുകളും എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ സ്റ്റേജസിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. ഓറൽ സ്റ്റേജിനെ, ആനൽ സ്റ്റേജിനെ, ഫാലിക് സ്റ്റേജിനെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഇൻഫൻറ്റൈൽ പീരീഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേജസിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിരിക്കും നമ്മുടെ ഒരു ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ ഓറൽ സ്റ്റേജ് എന്നുള്ള ഹെഡിങ് ഞാൻ കൊടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അതായത് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇറോജീനിയസ് സോണുണ്ട്. ഫ്രോയിഡ് പറയുന്നത് നമുക്ക് ഓരോ ഏജിലും ഓരോ ഏരിയ ഉള്ളുണ്ടാവും, ബോഡി ഏരിയകളുണ്ടാവും. അതിലൂടെ ആയിരിക്കും നമുക്കൊരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏകദേശം ബർത്ത് മുതൽ 18 മന്ത് വരെയാണ് നിലനിൽക്കുന്നത്. ഈ ഓറൽ സ്റ്റേജ് ഉള്ള സമയത്തേക്ക് തന്നെ എന്താണ് ഉണ്ടാവുക, നമ്മുടെ കാര്യങ്ങൾ ഇപ്പം തം സക്കിങ് അല്ലെ മുല കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു പ്ലഷർ സീക്കിങ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 18 മുതൽ 3 വയസ്സ് വരെയാണുള്ളത്. ഇവിടെ ഇറോജീനിയസ് സോൺ എന്ന് പറയുന്ന ആനസ് ആണ്. അപ്പോൾ അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് 2 രീതിയിലാണ്. ഒന്നെങ്കിൽ എക്സ്പെല്ലിങ് ഫീറ്റസ് വഴിയുണ്ട്, അല്ലെങ്കിൽ റീടെൻഡിങ് ഫീറ്റസ് വഴിയാണ്, ഫീസസ് വഴിയാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്താണ് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിക്സേഷൻ എന്ന് പറയുന്ന സംഗതി നടക്കാം. ഇത് ഓറൽ സ്റ്റേജിൽ നടത്താം, ആനൽ സ്റ്റേജിൽ നടത്താം. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഈ പ്ലഷർ നെയാണ് നമ്മൾ, അല്ലെങ്കിൽ അണ്ടർ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഇതിനാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ സ്റ്റേജും അൺസക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റായിക അല്ല അൺസക്സസ്ഫുള്ളി ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 കണ്ടീഷനിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാകും, അല്ലെ വളരെ അണ്ടറായിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാകും. അപ്പം അത് എന്താണെന്ന് നോക്കാം. ഇനി അടുത്താണ് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഫാലിക് സ്റ്റേജ് ഇരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇറോജിനിയസ് സോൺ എന്ന് പറഞ്ഞ ജെനിറ്റൽ ഓർഗനാണ്.
പിന്നെ എന്താണ് ഇവിടെ നമുക്ക് നമ്മുടെ സെക്ഷൽ റോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നു. ഈ ഒരു ഏരിയയിലാണ് ഇഡിപ്പസ് കോംപ്ലക്സും പെണ്ണുങ്ങൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സും ഉണ്ടാകുന്നത്. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്ര കോംപ്ലക്സും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അടുത്ത സ്റ്റേജാണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. 6 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെയാണ് ലേറ്റൻസി സ്റ്റേജ് ഉണ്ടാകുന്നത്. ഈ ഒരു പീരീഡ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾസ്, ഓരോ ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഉള്ള റോൾസ് നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ നമ്മുടെ സെയിം സെക്സ് പിയേഴ്സുമായിട്ട് കൂടുതൽ കമ്പനി അടിക്കുകയും അല്ലെങ്കിൽ കൂട്ടുകൂടുകയും ചെയ്യുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എറോജനിയസ് സോൺ എന്ന് പറയുന്നത് ജെനൈറ്റലാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെക്ഷൽ റോൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, സെക്ഷൽ അർജ് വീണ്ടും ഉണ്ടാകുന്നു, അവയ്ക്കണാവുന്നു. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചു തുടങ്ങുന്ന ഒരു പീരീഡും കൂടെയാണ് ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പ്യൂബർട്ടി മുതൽ ഓൺവേർഡ്സ് ആണ് ഈ ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പിയിലേക്ക് പോകാം. സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പിയുടെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളെല്ലാം തന്നെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയാണ് സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡിനകത്ത് അല്ലെങ്കിൽ തെറാപ്പിക്കകത്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പല രീതിയിൽ പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതിയാണ് ഡ്രീം അനാലിസിസ്, രണ്ടാമത്തെ രീതിയാണ് ഫ്രീ അസോസിയേഷൻ, 3 ട്രാൻസ്ഫറൻസ് അനാലിസിസ്. അപ്പോൾ ഒന്നാമതാണ് ഡ്രീം അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രീം അനാലിസിസ് എന്ന് പറയുന്നത് ഫ്രോയിഡ് ഡ്രീമിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഡ്രീമിനെ മനസ്സിലാക്കിയിരിക്കുന്നത് റോഡ് ടു അൺകോൺഷ്യസ് എന്നാണ് ഫ്രോയിഡ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രീം കാണുമ്പോഴത്തേക്ക് പല അൺകോൺഷ്യസ് വിഷസ് അല്ലെങ്കിൽ അൺകോൺഷ്യസിൽ കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇതിനെ നമുക്ക് ഡ്രീമിന് 2 കണ്ടൻറ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഹിഡൻ കണ്ടൻറ്റും അല്ലെങ്കിൽ പിന്നെ മാനിഫെസ്റ്റിംഗ് കണ്ടൻറ്റും എന്ന് പറയുന്ന 2 കണ്ടൻറ് ഉണ്ട്. അപ്പോൾ അതായത് മാനിഫെസ്റ്റിംഗ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ കാണുന്നത് അതാണ് അതിന് ഉള്ളത്. അതിന് പിറകിലൊരു ഇന്നർ മീനിങ്ങുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഹിഡൻ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രീമിനെ എടുത്ത് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കുക, അൺകോൺഷ്യസിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. രണ്ടാമതാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയറിലേക്ക് കിടത്തിയതിന് ശേഷം അയാളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലോ ആയിട്ടങ്ങ് പറയുക എന്നുള്ളതാണ് ഈ ഫ്രീ അസോസിയേഷനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം വരുന്ന ക്ലയൻറ്റോ അല്ലെങ്കിൽ പേഷ്യൻറ്റോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും പുറത്തുകൊണ്ട് വരും. എന്താണ് മനസ്സിലോട്ട് വരുന്നത് അത് യാതൊരു മടിയും കൂടാതെ പറയുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് ചില സമയത്തേക്ക് ചില ഏരിയസിൽ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി പോകുമ്പോൾ എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമങ്ങളും കൂടി ഫ്രോയിഡ് അതിനെ കൺഫ്രണ്ട് ചെയ്യുകയും കൂടി ഈ സൈക്കോ അനാലിസിസിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ടെക്നിക്കാണ് ട്രാൻസ്ഫറൻസ് അനാലിസിസ്. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ട്രാൻസ്ഫറൻസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ട്രാൻസ്ഫറൻസും 2 കൗണ്ടർ ട്രാൻസ്ഫറൻസും. അതായത് നമ്മുടെ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻറ്റിന് അല്ലെ ക്ലയൻറ്റിന് അയാളുടെ ചൈൽഡ്ഹുഡിലെ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു വെച്ചാൽ തെറാപ്പിസ്റ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ തെറാപ്പിസ്റ്റിൻ്റെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ തെറാപ്പിസ്റ്റ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക. അപ്പം അല്ലെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ വേറെ ബ്രദറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും ഈ തെറാപ്പിസ്റ്റുമായിട്ട് കൊണ്ടുവരിക. അതൊരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മാറി ഒരു ഫാദർ ചൈൽഡ് എന്ന റിലേഷൻഷിപ്പിലേക്ക് ആ പേഷ്യൻ്റ് അതിനെ കാണുന്നു അല്ലെങ്കിൽ ക്ലയൻറ്റ് അതിനെ കാണുന്നു. അപ്പോൾ അതിനെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ഫറൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന സംഗതി പറയും. ഞാൻ സാന്ദർഭികവശാൽ പറയുന്നതാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ച് നമ്മുടെ തെറാപ്പിസ്റ്റിന് ക്ലയൻറ്റിനെ അയാൾ നമ്മുടെ പാസ്റ്റിൽ നിന്ന് വന്ന ഒരാളാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് അല്ലെ ക്ലയൻറ്റിന്
തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അയാളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരാളായിട്ട് തോന്നും. അയാളുടെ ഫാദറിനുമായിട്ടുള്ള ബന്ധം പോലെ തോന്നാം, അല്ലെങ്കിൽ അയാളുടെ ബ്രദറുമായിട്ടുള്ള ബന്ധം പോലെ തോന്നാം, ആരുമായിട്ടുള്ള ബന്ധം പോലെ തോന്നിയേക്കാം. അതിനെയാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫറൻസിനെ അനാലിസിസ് ചെയ്യുക എന്നുള്ള മെത്തഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ തെറാപ്പിസ്റ്റിന് ഈ പേഷ്യൻ്റ് തൻ്റെ പാസ്റ്റിൽ നിന്ന് വന്ന ഒരാളാണെന്ന് ഉള്ള ഒരു ഫീലിംഗ് തോന്നും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡിനകത്ത് ഉള്ളത്.